നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. 40 വയസ്സിൽ ഒരു UCL നൈറ്റിൽ സാന്റിയാഗോ ബെർണാബുവിൽ പോയിട്ട് മാസ്മരിക പ്രകടനം നടത്തുക, 9 സേവുകൾ നടത്തുക, റയലിനെ തോൽപ്പിച്ചിട്ട് മടങ്ങി വരിക, പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് മടങ്ങുക. മാനുവൽ ന്യൂയർ ചെയ്തിരിക്കുന്നത് ഒരു ലെജൻഡറി ടാസ്ക് തന്നെയാണ്. റയൽ തോറ്റത് ഈ ലെജൻഡിന് മുന്നിലാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. നോക്കുക, അദ്ദേഹത്തിൻ്റെ സേവുകൾ 9 സേവുകൾ. അത് ബയൺ മ്യൂണിക്കിൻ്റെ ഒരു മത്സരത്തിൽ 2020 ശേഷം നടത്തുന്ന ഏറ്റവും അധികം സേവുകളാണ്. അതുപോലെ തന്നെ UCL നോക്കൗട്ട് സ്റ്റേജ് ഗെയിമിൽ 2017 ശേഷം ആദ്യമായിട്ട് റയൽ മാഡ്രിഡിനെതിരെ ഇങ്ങനെ തടഞ്ഞിരുന്നത് ആദ്യമായിട്ടാണ്. 10 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ 9 എണ്ണം തടഞ്ഞു. നോക്കണം, അൺറിയൽ പെർഫോമൻസ് ആണ് 40കാരൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ചോദ്യം, എക്കാലത്തെയും ബെസ്റ്റ് ഗോൾ കീപ്പറാണോ? ഈസ് മാനുവൽ ന്യൂയർ ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് ഓൾ ടൈം? ഇതിന് മറുപടി വിൻസെൻ്റ് കോമ്പനി പറയുന്നുണ്ട്. കോമ്പനിക്ക് അങ്ങ് പറയാൻ പറ്റുന്നില്ല, കാരണം തിബോട്ട് കോർട്ടുവ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. അദ്ദേഹം പറയുകയാണ്, ചിരിച്ചിട്ട് അദ്ദേഹം മറുപടി പറയുകയാണ്, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിലാക്കാനുള്ള പരിപാടിയാണല്ലേ? പത്രക്കാരോട് ചോദിക്കുകയാണ്. കാരണം തിബോട്ട് കോർട്ടുവയെ പോലെയുള്ള സുഹൃത്ത് എനിക്കുണ്ട്, ഞാൻ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ചോയ്സുകളും ഒക്കെ ഉണ്ടാവും. എനിക്ക് പറയാൻ പറ്റുന്നത് മാനു ഈസ് വൺ ഓഫ് ദി വെരി ഫ്യൂ. ഇങ്ങനെയുള്ള മികച്ച താരങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാകും. അതിലൊരാളാണ് മാനുവൽ ന്യൂയർ. അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഇതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം ഈ പ്രായത്തിൽ ഇങ്ങനെ മികവ് കാണിക്കാൻ പറ്റുന്ന അധികം ഗോൾ കീപ്പർമാരുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് മാനുവൽ ന്യൂയർ പറയുന്നു. അതുപോലെ തന്നെ ചോദ്യം ജൊനാഥൻ ടായോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുള്ള പെർഫോമൻസാണ് മാനുവൽ ന്യൂയർ നടത്തിയത്? അദ്ദേഹത്തിന് മറുപടി അതിനെന്താ, ജസ്റ്റ് അനദർ ഡേ ഫോർ മാനുവൽ ന്യൂയർ ഇൻ ദി ഓഫീസ്. സാധാരണ ചെയ്യുന്ന പരിപാടി അദ്ദേഹം കളിക്കളത്ത് ചെയ്തു, അതാണ് മാനുവൽ ന്യൂയർ എന്നാണ് ജൊനാഥൻ ടായുടെ മറുപടി. അപ്പോൾ ഇങ്ങനെയുള്ള മികച്ച പെർഫോമൻസ് നടത്തുമ്പോൾ പോകുമോ വേൾഡ് കപ്പിന്? ടെർ സ്റ്റെഗൻ പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വലയുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാനുവൽ ന്യൂയർ പോകുമോ വേൾഡ് കപ്പിന്? അതിലുള്ള മറുപടി മാനുവൽ ന്യൂയർ ഇന്നലത്തെ കളിക്ക് ശേഷം പറയുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീരുമാനിച്ചതല്ലേ, പറഞ്ഞു കഴിഞ്ഞതല്ലേ, ഇനി നമ്മളതിനെക്കുറിച്ച് പറയേണ്ട. ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സീസൺ ഏറ്റവും മികച്ച രൂപത്തിൽ അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് എന്നുകൂടി മാനുവൽ ന്യൂയർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.